ഹലോ എവ്രി വൺ. സോ നമ്മൾ കുറച്ച് കാലമായിട്ട് കുട്ടികൾ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നോട്ട് ചെയ്യേണ്ട ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഫീൽഡാണ് ചൈൽഡ് സൈക്കോളജി അല്ലെങ്കിൽ കുട്ടികളുടെ മനഃശാസ്ത്രം. ആസ് എ പാരൻറ്റ്, ആസ് എ ടീച്ചർ, ദിസ് ഫീൽഡ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ കുട്ടികൾ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത്, അവരെങ്ങനെയാണ് പെരുമാറുന്നത്, ജനനം മുതൽ കൗമാരം വരെയുള്ള അവരുടെ ഈ ഒരു ചിന്താശേഷി, അവരുടെ പെരുമാറ്റ രീതികളെക്കുറിച്ചിട്ടുള്ള പഠനമാണ് ചൈൽഡ് സൈക്കോളജി. ചുരുക്കി പറയുകയാണെങ്കിൽ കുട്ടികളെക്കുറിച്ച് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനും കുട്ടികളെ കുറച്ചുകൂടി ഒരു ഹെൽത്തിയസ്റ്റ് വേയിലേക്ക്, ഒരു ആരോഗ്യകരമായ പാതയിലേക്ക് എത്തിച്ചേർക്കാൻ ഈ ഒരു ശാസ്ത്ര ശാഖ അല്ലെങ്കിൽ സ്റ്റഡി ഫീൽഡിലൂടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ഫീൽഡ് ഇതിന് ചില പ്രധാന സ്റ്റേജസ് ഉണ്ട്. സോ ജസ്റ്റ് സ്റ്റാർട്ടിങ് ഫ്രം കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഓൾസോ ദ ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്, ഇമോഷണൽ ഡെവലപ്മെൻറ്റ്, സോഷ്യൽ ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജസിൽ വരുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. എന്താണ് കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ വൈജ്ഞാനിക വികസനം? ഒരു കുട്ടി തൻ്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, എങ്ങനെയാണ് പഠിക്കുന്നത്, ആ കുട്ടിയുടെ ഒരു ബുദ്ധി വികസിക്കുന്നത് എങ്ങനെയാണ്, അതിനെക്കുറിച്ചാണ് വൈജ്ഞാനിക സ്റ്റേജിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിൽ നിന്നും ഡിഫറെൻ്റ് ആണ് ഇമോഷണൽ സ്റ്റേജ് അല്ലെങ്കിൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഇവിടെ ഒരു കുട്ടി ആ കുട്ടിയുടെ ഫീലിങ്സ് എങ്ങനെ മാനേജ് ചെയ്യുന്നു, അതാണ് ഇമോഷണൽ ഡെവലപ്മെൻറ്റ് എന്ന സ്റ്റേജിൽ പ്രധാനമായിട്ടും വരുന്നത്. എന്നാൽ നമ്മുടെ ചുറ്റുമുള്ള അല്ലെങ്കിൽ അധ്യാപകരോടും മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും എന്തിന് സമൂഹത്തോട് എങ്ങനെയാണ് ഒരു കുട്ടി പെരുമാറുന്നത്, അതാണ് ആ കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ സാമൂഹിക വികസനത്തിൽ ഉൾക്കൊള്ളുന്നത്. ദെൻ കമ്മിങ് ടു ദ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഓരോ കുട്ടിയും എൻറ്റോർലി ഡിഫറെൻ്റ് ആണ് അല്ലേ? ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള ചില രീതികളുണ്ട്, അവരുടേതായിട്ടുള്ള ചില യൂണിക് സ്റ്റൈൽസ് അല്ലെങ്കിൽ പാറ്റേൺസ് അല്ലെങ്കിൽ മെത്തേഡ്സ് ഉണ്ട്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സ്റ്റേജസിലൂടെ കടന്നു പോകുമ്പോഴാണ് ഒരു കുട്ടി പലതരത്തിൽ വികസിക്കപ്പെടുന്നത്. അത് കൊഗ്നിറ്റീവ് ആയിരിക്കാം, ഇമോഷണൽ ആയിരിക്കാം, ആൻഡ് ഓൾസോ അത് ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റും ആയിരിക്കാം. പിന്നെ മറ്റൊരു ചോദ്യം, എന്തിന് നമ്മൾ ചൈൽഡ് സൈക്കോളജിക്ക് കൂടുതൽ ഫോക്കസ് നൽകണം? ബിക്കോസ് നമ്മൾ പല ഘട്ടങ്ങളിലായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പാരൻ്റ് എന്ന നിലയിൽ, ഒരു അധ്യാപിക എന്ന നിലയിൽ നമ്മൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കേണ്ട, ഒരു കുട്ടിയെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഇത്. കുട്ടികൾ ഏകദേശം ഒരു കൗമാര കാലഘട്ടത്തിൽ എത്തുമ്പോഴത്തേക്കും അവരുടെ പല സ്റ്റേജസിലൂടെ നമുക്ക് ഒപ്പം കടന്നുപോയി അവർക്കൊപ്പം സഞ്ചരിക്കാൻ നമുക്ക് ഈ ഒരു ശാസ്ത്രശാഖയിലൂടെ, ചൈൽഡ് സൈക്കോളജിയിലൂടെ സാധിച്ചെന്ന് വരാം. സോ നമ്മൾ പല കോഴ്സുകളും പഠിക്കുമ്പോൾ അതിൽ വളരെ പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് ചൈൽഡ് സൈക്കോളജി. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആരും ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള സ്പേസ് നിങ്ങൾ ആരും മറന്നു പോകരുത്. ആൻഡ് ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണം, കൂടുതൽ ചൈൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്നാണെങ്കിലേ നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക.